നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. എല്ലാ രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 10 വൈകിട്ട് 4:03 PM മുതൽ സെപ്റ്റംബർ 12 വൈകിട്ട് 5:30 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ പറയുന്നത്. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഗുണാധിക്യമാണ് മേടം രാശിക്ക് കാണുന്നത്. ഈ ദിവസങ്ങളിൽ ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് ഇവർക്ക് ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. പണമിടപാടുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. എങ്കിലും ഇവർക്ക് ഏകദേശം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ വ്യാഴവും ശനിയും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഏത് കാര്യം ചെയ്യാൻ തുനിഞ്ഞാലും അതിനൊരു വിജയ സാധ്യത നിലനിൽക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. 2ാം ഭാവത്തിലാണ്, ധനസ്ഥാനത്താണ് വ്യാഴം നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പറ്റുന്ന ദിവസമെല്ലാം വഴിപാടുകൾ നടത്തുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ ചിങ്ങമാസം മുഴുക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സന്താന ഗുണം, പിതൃഗുണം ഇവ പ്രതീക്ഷിക്കാം. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിതൃസ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്
സർപ്പവും വ്യാഴവും മാത്രമാണ്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പറ്റുന്ന ദിവസമെല്ലാം വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂര, ഉത്രം, ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ 4 പാപഗ്രഹങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും ഇവിടെ വ്യാഴം 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രനും അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. 11ാം ഭാവത്തിലെ വ്യാഴം നേട്ടങ്ങൾ കൊണ്ടുവരും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ഇവർ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പറ്റുന്ന ദിവസമെല്ലാം വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ 3 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. പറ്റുന്ന ദിവസമെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ധനവരവ് ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും. അതിനും പരിധികളുണ്ട്. കഴിവതും ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. അത്യാവശ്യം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയും കാണുന്നുണ്ട്. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വാഴ്ച നിർബന്ധമായിട്ടും മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഇവർക്ക് ശനിയും വ്യാഴവും എല്ലാം അനുകൂലമാണ്. ചിങ്ങമാസം മുഴുവൻ തൊഴിൽ പരമായിട്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സൂര്യനും സർപ്പവും ഒക്കെ അനുകൂലമാണ്.
അതുപോലെ തന്നെ പിതൃഗുണം പൊതുവിൽ സന്താന നേട്ടം, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്ത്, എങ്കിലും അതുവഴി അവർക്ക് നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം, ദാമ്പത്യ ജീവിതത്തിൽ നേട്ടം, പ്രേമകാര്യങ്ങളിൽ വിജയം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് സൂര്യൻ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 8ാം ഭാവത്തിൽ സൂര്യൻ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ശനിയുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് പ്രധാനമായിട്ടുണ്ട്. സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ എന്ന് പറയുമ്പോൾ IT മേഖലയൊക്കെ ബന്ധപ്പെടും. സാങ്കേതികമായ മികവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രണയ കാര്യങ്ങളിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. എങ്കിലും ഇവർക്ക് സർപ്പം, ശനി, ചൊവ്വ തുടങ്ങിയ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പറ്റുന്ന ദിവസമെല്ലാം വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിലും 3 പാപഗ്രഹങ്ങൾ ശനി, ചൊവ്വ, സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക.
മറ്റു ദിവസമെല്ലാം വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ്. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 11, 12 തീയതികളിൽ രാവിലെ 4:43 AM മുതൽ രാവിലെ 5:31 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 11, 12 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 11-ാം തീയതി രാവിലെ 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:47 PM വരെയാണ് 11-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 12-ാം തീയതി 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:47 PM വരെയാണ് 12-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 11-ാം തീയതി ഉച്ചയ്ക്ക് 1:54 PM മുതൽ വൈകിട്ട് 3:25 PM വരെയാണ് രാഹുകാലം 11-ാം തീയതി. 12-ാം തീയതി രാവിലെ 10:52 AM മുതൽ ഉച്ചയ്ക്ക് 12:23 PM വരെയാണ് രാഹുകാലം. 12-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 11/9/2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 9, 8, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 12/9/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 11-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 12-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.